യെസ് കീം ആസ്പിരൻസ് ഒരുപാട് പേർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഈ കാര്യങ്ങളിലൊക്കെ. എന്താ സാർ ആദ്യം നടക്കുക, അതിനുശേഷം എന്താ നടക്കുക, ഫീസ് എത്ര അടയ്ക്കേണ്ടത്, തിരിച്ച് കിട്ടുമോ, ഫീസ് എപ്പോൾ കൊടുക്കണം, ഡോക്യുമെന്റ്സ് എപ്പോൾ കൊടുക്കണം, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണോ, ഒരുപാട് കൺഫ്യൂഷൻസ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമുക്ക് ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. നോക്കിയേ, ഏറ്റവും കൂടുതൽ സംശയങ്ങളുള്ള കുറച്ച് ഏരിയാസ് ആണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. സംശയങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യുക തന്നെ വേണം. കാരണം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ പാകപ്പിഴകൾ വന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷനെ അത് ബാധിച്ചേക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ടൊന്ന് മനസ്സിലാക്കി. അടുത്തത് ഇനി കാറ്റഗറി ലിസ്റ്റിന്റെ ഒരു ഫൈനൽ ലിസ്റ്റ് വരും. കാറ്റഗറി ലിസ്റ്റിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതായത് നിങ്ങളുടെ കാറ്റഗറിയിൽ എത്രാവ് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മെയിൻ റാങ്ക് ലിസ്റ്റിനെ ഒന്നും മാറ്റത്തില്ല. മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രകാരം തന്നെയാണ് അഡ്മിഷൻസ് നടക്കുക. കാറ്റഗറി ലിസ്റ്റ് നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങൾ എത്രാമതാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അടുത്തത് ഈ സ്റ്റേജിൽ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. ജനറൽ കാൻഡിഡേറ്റ്സ്, ജനറൽ ആൾക്കാരോട് ഒരു 2000 രൂപ, അത് കഴിഞ്ഞ വർഷത്തെ ഫീസാണ്, ഇത് വേണമെങ്കിൽ മാറാം. മറ്റുള്ളവർക്ക് അതായത് SC ST OEC-കാർക്ക് 500 രൂപ. ഈ അടയ്ക്കുന്ന തുക എങ്ങും നഷ്ടപ്പെട്ടു പോവില്ല. നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി അഡ്മിഷൻ നടക്കുന്ന കോളേജിലെ കോഴ്സിലേക്ക്, അവിടുത്തെ ട്യൂഷൻ ഫീസിലേക്ക് ഈ 2000 രൂപ വരവ് വെക്കും. അതല്ല SC ST-കാർക്ക് ട്യൂഷൻ ഫീസ് ഇല്ലാത്തതുകൊണ്ട്, അവർക്ക് ഫ്രീ ആയതുകൊണ്ട് അവർക്ക് ഈ എമൗണ്ട് അവരുടെ കോഷൻ ഡെപ്പോസിറ്റിലേക്ക് വരവ് വെക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ എമൗണ്ട് തുടക്കത്തിൽ അടച്ചെങ്കിൽ മാത്രമേ എന്താണ് കൗൺസിലിംഗ് ഓപ്ഷൻ ലിസ്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട്, കോഴ്സിൻ്റെയും കോളേജിൻ്റെയൊക്കെ പേരുകൾ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടുകയുള്ളൂ. അപ്പോൾ സീരിയസ് അല്ലാത്ത കുറച്ച് കാൻഡിഡേറ്റ്സ് അവിടെ ഔട്ടായി പോകും. അവർക്ക് വേറെ നല്ല കോളേജൊക്കെ കിട്ടിയവരുണ്ടാവും, അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നവരുണ്ടാവും, അവരൊക്കെ മാറിപ്പോകും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കുറച്ച് പേര് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യും. ചെയ്യുന്നവർക്ക് അടുത്ത ലെവലായിട്ട് അവർക്ക് കോളേജുകളും കോഴ്സുകളും ഒക്കെ ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ CET കമ്പ്യൂട്ടർ സയൻസ്, രണ്ടാമത്തെ ഓപ്ഷൻ CET ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻഫിനിറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉള്ള കംപ്ലീറ്റ് കോമ്പിനേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം അതിന് ഏകദേശം നിങ്ങൾക്ക് ഒരു 5 ദിവസത്തോളം സമയം കിട്ടും. അതായത് ഈ പൈസ അടയ്ക്കാനും അതുപോലെ ഓപ്ഷൻസ് ആഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം 5 to 7 ഡേയ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇത്രയും ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഓപ്ഷൻസ് പ്രകാരം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ട്രയൽ അലോട്ട്മെന്റ്. ഈ അലോട്ട്മെന്റ് ഇതിനൊരു പ്രത്യേകത, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രയൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അലോട്ട്മെന്റ് ആദ്യം നടക്കുന്നത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അത് എന്തെങ്കിലും ബ്ലണ്ടർ ഉണ്ടോ എന്നൊക്കെ ഇവിടെ റിയലൈസ് ചെയ്യാൻ പറ്റും. കാരണം ചിലരെങ്കിലും ഈ ഓർഡറൊക്കെ തലതിരിച്ചൊക്കെ കൊടുക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഏറ്റവും മികച്ച ഓപ്ഷൻസ്, ഡ്രീം ഓപ്ഷൻസ് ആദ്യം, പിന്നെ അവിടുന്ന് പകിട്ട് കുറഞ്ഞു വരണം. പ്രാക്ടിക്കൽ ഓപ്ഷൻസ് പകിട്ട് കുറഞ്ഞ് അവസാനം എന്താണ് ഏറ്റവും വേസ്റ്റ് പ്ലാൻ B, നിങ്ങൾ ഗതി കെട്ടാൻ പോകുന്ന ഓപ്ഷൻ. അങ്ങനെ വേണം ഓർഡറിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്, കോളേജുകളും കോഴ്സുകളും ഒക്കെ കൊടുക്കാനെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഏറ്റവും ആദ്യം കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ പോകാൻ സാധ്യതയില്ലാത്ത, ആവശ്യമില്ലാത്തൊരു കോളേജും കോഴ്സ് ഏറ്റവും മേളിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ആ കോളേജും കോഴ്സ് നിങ്ങൾക്ക് കിട്ടിപ്പോവും, താഴത്തെ എല്ലാം ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിൽ ഈ അപകടങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഇൻഡിക്കേഷനാണ്. പക്ഷേ ട്രയൽ അല്ല ഫൈനൽ. ട്രയൽ വന്നതിന് ശേഷവും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ടൊരു അവസരം അവർ തരും. അപ്പോൾ അതൊരു ക്രൂഷ്യൽ മൊമെന്റ് ആണ്. ആ സമയത്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ വായിക്കാത്തവരും ഇതുമായിട്ട് ബന്ധമില്ലാതെ വേറെ റൂട്ടിലൊക്കെ പോകുന്നവർ തിരിച്ച് വരുമ്പോഴേക്കും സമയം കടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ഈ ടൈമിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അലേർട്ടായിട്ട് നോക്കാം. CEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, നമ്മുടെ കീം നാവിഗേറ്റർ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ കീം നാവിഗേറ്റർ ഗ്രൂപ്പിലോ ഒക്കെ അലേർട്ടായിട്ട് ഇരുന്നില്ലെങ്കിൽ ഈ ടൈം ലൈൻ ഒക്കെ നിങ്ങൾക്ക് മിസ്സായി പോകും, വലിയ അപകടത്തിൽ ചെന്ന് ചാടും. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം യഥാർത്ഥ നിങ്ങൾ കറക്ഷൻ വല്ലതും ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് എന്താണ് ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് വരും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ്, ഈ പറഞ്ഞ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഒന്നെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ആ കിട്ടിയ കോളേജും കോഴ്സും മതി സാറേ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താണ് എൻട്രൻസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന തുക അത് നിങ്ങളുടെ പ്രൊഫൈലിൽ വരും. അത് ഗവൺമെന്റ് ആണെങ്കിൽ 9,9650 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, അത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇത്ര എമൗണ്ടോ, അല്ലെങ്കിൽ ഒരു ടോക്കൺ ഫീസായിട്ട് പ്രൈവറ്റിലൊക്കെയാണ് 8000 രൂപ CEയുടെ പേരിൽ നമ്മൾ അടയ്ക്കണം. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനായിട്ട് ആ എമൗണ്ട് കൊടുത്ത് അടയ്ക്കുകയും അതുപോലെ മുന്നോട്ട് നിങ്ങൾ കൗൺസിലിംഗ് പങ്കെടുക്കുന്നില്ല എന്ന് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെന്റ് അവിടെ അവസാനിച്ചു. പക്ഷേ നേരെ മറിച്ച് അടുത്ത സ്റ്റേജിലേക്ക് പോകണം എന്നുള്ളവർ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ പറയുന്ന ടോക്കൺ ഫീസ്, ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന ശേഷം ടോക്കൺ ഫീസ് വേണമെങ്കിൽ അടയ്ക്കാതിരിക്കാം, മനസ്സിലായി? അപ്പോൾ അതായത് ഇത് ഫീ പേ ചെയ്ത് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ചിലർ ഫീ പേ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ഫീ പേ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി ചിലരുണ്ട് ഫീ പേ ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യും. അതായത് ഫീ പേ ചെയ്തിട്ടില്ല പക്ഷെ അവർ കണ്ടിന്യൂ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഇത്തവണ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഓക്കെ, എനിവേ ഫീ അടച്ചിട്ട് കണ്ടിന്യൂ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഓപ്ഷൻ അവർക്ക് ലൈവായിട്ടുണ്ടാവും. അത് മിനിമം ഗ്യാരണ്ടിയാണ്. ആ ഓപ്ഷൻ ആദ്യം കിട്ടിയ കോളേജും കോഴ്സും കയ്യിൽ നിന്ന് പോകത്തില്ല. അതിന് മേലെയുള്ള ഓപ്ഷൻസ് പരിഗണിച്ചിട്ട് അതിന് മേലെ അവർക്ക് കിട്ടിയാൽ എന്താണ് അവർക്ക് പുതിയ സെക്കൻഡ് അലോട്ട്മെന്റ് എത്തും. അപ്പോൾ അവർക്ക് എന്താണ് പുതിയ ഒരു കോളേജും കോഴ്സും കിട്ടും. ഇതും വേണമെങ്കിൽ എന്താണ് ഒന്നെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കണ്ടിന്യൂ ചെയ്യാം. ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇതിനകത്ത് ഒരു ഓപ്ഷൻ നമ്മളിവിടെ പറഞ്ഞത്, ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ട് ഈ പറഞ്ഞ ടോക്കൺ ഫീസ് അടയ്ക്കാത്ത ആൾ, ഇവരും അടച്ചാണ് ഇവർ അടക്കാത്ത ആൾ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കും. അപ്പോൾ അയാൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് എത്തുമ്പോഴത്തേക്ക് അയാൾക്കും
ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, കിട്ടിയെന്ന് വിചാരിക്കാം. കിട്ടിയെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ അയാൾക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ തുക 8,000 എങ്കിൽ 8,000, 9,650 എങ്കിൽ അത് എൻട്രൻസ് കമ്മീഷൻ പ്രൊഫൈലിൽ തരും, ഒരു മെമോ തരും. ആ എമൗണ്ട്, ആ പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾ ബാങ്കിൽ ഇപ്പോൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സീറ്റ് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം, അടുത്ത അലോട്ട്മെന്റിലേക്ക് പോകും. പക്ഷേ ഈ സ്റ്റേജിൽ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് മുന്നോട്ട് തുടരണമെങ്കിലും അല്ലെങ്കിൽ ഫിക്സ് ചെയ്യണമെങ്കിലും ഒക്കെ നിങ്ങൾ ആ കിട്ടിയിരിക്കുന്ന കോളേജിലും കോഴ്സിൽ ആ പർട്ടിക്കുലർ കോളേജിൽ ചെന്നിട്ട് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്യണം. ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യണം. ഈ സ്റ്റേജിലും ഡോക്യുമെന്റ് നിങ്ങൾ പ്രോപ്പർ അല്ല, ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഇതിന്റെ ട്രൂ കോപ്പീസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ചെയ്തതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ട്, മിസ്റ്റേക്ക് ഉണ്ടായെങ്കിൽ, നിങ്ങൾ തെറ്റായിട്ട് എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് അങ്ങനെയുള്ളവരൊക്കെ ഔട്ടാവും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് യൂഷ്വലി അത് സംഭവിക്കുക. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടവർക്ക് വീണ്ടും എന്താണ് തേർഡ് അലോട്ട്മെന്റിലേക്ക് വേണമെങ്കിൽ പോകാം. തേർഡ് അലോട്ട്മെന്റ്, ഈ തേർഡ് അലോട്ട്മെന്റിന് വീണ്ടും ഓപ്ഷൻസ് കിട്ടും. അവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ വരാനുള്ള ചാൻസ് കുറവാണ്. ചിലപ്പോൾ അടുത്ത മോപ്പപ്പ് അലോട്ട്മെന്റ് വരും. ഈ മോപ്പപ്പ് എന്ന് പറയുന്നത്, മോപ്പപ്പിലേക്ക് വേണമെങ്കിൽ പോവാം. മോപ്പപ്പ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് അതുവരെ ഫില്ല് ആവാത്ത ബാക്കി സീറ്റുകൾ മാത്രം വെച്ചുകൊണ്ടുള്ള അലോട്ട്മെന്റ് പ്രോസസ്സാണ്. അപ്പോൾ അതിലേക്കൊക്കെ അങ്ങനെ വീണ്ടും പിന്നീട് സ്പോട്ട് അഡ്മിഷൻ അങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണമെങ്കിൽ, അതല്ല അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടവർക്ക് അവസാനിപ്പിക്കും. കാരണം ഏകദേശം മെയിൻ നല്ല കോളേജിലെ നല്ല സീറ്റുകളൊക്കെ ഏകദേശം ഒക്കെ അപ്പോൾ ഫില്ലായിട്ടുണ്ടാവും, തീർന്നിട്ടുണ്ടാവും. മോപ്പപ്പോടെ കഴിയുന്നതോടുകൂടി ഏകദേശം എല്ലാം തീരും. അത് കഴിഞ്ഞ് സ്പോട്ട് അലോട്ട്മെന്റ് ഒക്കെ വരും. അതൊക്കെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള സ്റ്റേജ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രോസസ്സ് വരുന്നത്. കിട്ടുന്നത് ഫിക്സ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്, കണ്ടിന്യൂ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് കിട്ടിയത് എന്താണ് കൈ വെച്ചോണ്ട് തന്നെ, അത് മിനിമം ഗ്യാരണ്ടി അത് നമ്മുടെ കയ്യിൽ ഇരിക്കണമെന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ ഫീസ് അടച്ചിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. ഫീസ് അടയ്ക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു ട്രാജഡി ഉള്ളത്, അതിന് മേലെയുള്ള നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുമില്ല. എന്നാൽ ഈ അലോട്ട്മെന്റ് കയ്യിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഒരു സാധ്യത ഇല്ലാതായി പോകും. അടുത്ത അലോട്ട്മെന്റ് ചിലപ്പോൾ കിട്ടാതെ വരുന്ന സാഹചര്യത്തിലേക്ക് വന്നാൽ നിങ്ങൾ ചിലപ്പോൾ ട്രാപ്പായി പോകും. അതായത് നിങ്ങൾ CET CS ആണ് വെച്ചിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് മാർ അത്തനേഷ്യസ് കോളേജിൽ മെയ്സിൽ നിങ്ങൾ ഇലക്ട്രിക്കലാണ് വെച്ചത്, ഇത് കിട്ടി, പക്ഷേ നിങ്ങൾ പൈസ അടച്ചില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സീറ്റ് നഷ്ടപ്പെട്ടു. ഇനി അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് CET കമ്പ്യൂട്ടർ സയൻസ് കിട്ടാനുള്ള റാങ്ക് ഇല്ലതാനും. അപ്പോൾ ഇത് കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു, ഇത് കിട്ടിയുമില്ല. അപ്പോൾ അതുമില്ല, ഉത്തരത്തിലുള്ളതും കഷ്ടത്തിലുള്ളതും എല്ലാം പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ട്രാപ്പ് വരാതിരിക്കാനായിട്ട് ഇറ്റ്സ് ബെറ്റർ ടു പേ ദ ഫീ അടച്ചു കഴിഞ്ഞാൽ മിനിമം ഇതവിടെ ഉണ്ടാവും. അത് വെച്ചോണ്ട് അതിന് മേലെ കിട്ടുന്നില്ല എങ്കിൽ ഇവിടെ എങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ തുടരാം, പഠിക്കാനായിട്ട് പോവാം. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ, ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് ബേസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുക. സംശയം ഉണ്ടെങ്കിൽ കീം നാവിഗേറ്റർ യൂട്യൂബ് ചാനലിലോ കീം നാവിഗേറ്റർ വാട്സാപ്പ് ഗ്രൂപ്പിലോ വരിക, ഡൗട്ട്സ് ചോദിക്കുക. സപ്പോർട്ട് ചെയ്യാൻ നമുക്കിവിടെ ഒരു ടീമുണ്ട്. നിങ്ങൾക്ക് പൂർണ്ണമായ സപ്പോർട്ടും വാഗ്ദാനം ചെയ്യുന്നു. താങ്ക് യു.